Hi dear students, welcome back to Accoblitz. Hi dear students, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ യൂണിറ്റ് 1 ആണ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് നീഡ് ഫോർ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മളൊരു വീട്ടമ്മയാണെങ്കിൽ കൂടി നമ്മളുടെ ചെലവുകളും വരവുകളും ഒന്ന് കുറിച്ച് വെക്കാറുണ്ട്. നമ്മളുടെ മൈൻഡിലെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ വരുമാനത്തേക്കാൾ കൂടുതലായിട്ട് ചിലവുകളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ 10-20 ട്രാൻസാക്ഷൻസ് മാത്രമല്ല നടക്കുന്നത്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ അല്ലേ, 100 അല്ലെങ്കിൽ 1000 ട്രാൻസാക്ഷൻസ് അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തി വെക്കണം അല്ലേ, റെക്കോർഡ് ചെയ്ത് വെക്കണം. എങ്കിലേ സ്മൂത്തായിട്ടൊരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ടോപ്പിക്കാണ് നീഡ് ഫോർ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിലെന്താ പറയണത്? ഫസ്റ്റ് വൺ, ഹെൽപ്സ് റെക്കോർഡ് ഡെയിലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കലി. നമ്മൾ ഡെയിലി വരുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട്. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ആവശ്യകതയാണ്. എന്താണ് ഇതിൽ പറയണത്? നമ്മൾ എന്നും ഓരോ ദിവസം വരുന്ന ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കൽ നിർബന്ധമാണ്. അതും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ. നമ്മൾ വീട്ടിലത്തെ പോലെ എവിടെയെങ്കിലും കുറിച്ച് വെച്ചാൽ പോരാ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പം അതിന് ചില രീതികളുണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിൽ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. ആൻഡ് സെക്കൻഡ് വൺ, അസിസ്റ്റ് ഇൻ റിമെമ്പറിങ്, വെരിഫൈങ് ആൻഡ് കൺട്രോളിങ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മളെ ഓർക്കാൻ സഹായിക്കുന്നതും, അതേപോലെ നമുക്ക് എന്തെങ്കിലും വെരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസുകളെ കൺട്രോൾ ചെയ്യാനും അസിസ്റ്റ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മളുടെ മെമ്മറി ഫ്രീ ആയി അല്ലേ. നമുക്ക് പല കാര്യങ്ങളും മെമ്മറിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓർത്ത് അസിസ്റ്റ് ഇൻ റിമെമ്പർ ചെയ്യാനും വെരിഫൈ ചെയ്യാനും, നമുക്ക് എന്തെങ്കിലും വെരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റെക്കോർഡിംഗ് എടുത്ത് നോക്കിയാൽ മാത്രം മതി. അതേപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ അക്കൗണ്ടിങ്. തേർഡ് വൺ, എസെൻഷ്യൽ ഫോർ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്കറിയണം. അതറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അക്കൗണ്ടിങ്. അതേപോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അസറ്റ് ആണോ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റി ആണോ കൂടുതൽ എന്നൊക്കെ നമ്മളെ അറിയിക്കുന്നതാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ. അപ്പോൾ നമ്മളുടെ അസറ്റ് ആണോ ലയബിലിറ്റീസ് ആണോ കൂടുതൽ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ഇന്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടാവും, എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടാവും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ആളുകൾ. അപ്പം ഇന്റേണൽ യൂസേഴ്സ്, അതായത് ഓണേഴ്സിനും മാനേജേഴ്സിനും ഈ ഒരു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള ടാക്സ് അതോറിറ്റീസ്, ബാങ്ക്സ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കടം വാങ്ങിയിട്ടുള്ള ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവർക്കൊക്കെ ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻസ് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. ആൻഡ് നെക്സ്റ്റ് വൺ, യൂസ്ഫുൾ ഇവൻ ഫോർ നോൺ ബിസിനസ് എൻറ്റിറ്റീസ് ലൈക്ക് സ്കൂൾസ് ഓർ ഹോസ്പിറ്റൽസ്. ഒരു നോൺ ബിസിനസ് എൻറ്റിറ്റീസ് ആയിട്ടുള്ള സ്കൂൾസും ഹോസ്പിറ്റലിനൊക്കെ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ്ഫുൾ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? നീഡ് ഫോർ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്.
മെയിൻറ്റെയിൻസ് ഓർഗനൈസ്ഡ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഓർഗനൈസ്ഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ഒബ്ജക്റ്റീവാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. രണ്ടാമതായിട്ട് പറയുന്നത് അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ആവശ്യമാണ്. അതൊരു മറ്റൊരു ലക്ഷ്യമാണ് അക്കൗണ്ടിങ്ങിൻ്റെത്. അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റും ലാഭമാണോ അതോ നഷ്ടമാണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് തേർഡ് വൺ ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ അക്കൗണ്ടിങ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. അത് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഒബ്ജക്റ്റീവാണ് അക്കൗണ്ടിങ്ങിൻ്റെ. അതായത് ഡിറ്റർമൈൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ത്രൂ ബാലൻസ് ഷീറ്റ്. നമ്മൾ ഈ ഒരു അസറ്റും അതേപോലെ ലയബിലിറ്റീസും, അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആസ്തികൾ, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബാധ്യതകൾ, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മളൊരു ഇതിന് വേണ്ടിയിട്ടൊരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പം ഈ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ, അതേപോലെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. അതൊരു മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇൻഫോർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ യൂസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ യൂസേഴ്സിനൊക്കെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എയ്ഡ്സ് ഡിസിഷൻ മേക്കിംഗ് ഫോർ വേരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് അറിയാൻ ഒരുപാട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പാർട്ടീസിന് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും അവരെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതൊരു മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്. 2 ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ. അവർ ഡിഫൈൻ ചെയ്യുന്നത് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫർമേഷൻ. ഒരു എക്കണോമിക് ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സാണ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ആണ് AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഇവർ ഡിഫൈൻ ചെയ്യുന്നത് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക? സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ആർട്ടിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് AICPA ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ സ്കോപ്പ് ഇൻക്ലൂഡ്സ്. സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ട്രാൻസാക്ഷൻസ് കിട്ടിയാലും അതിനെ ആദ്യം എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ്, ഏതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ ഉള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക. ഇനി രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം? മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അളക്കുക, അല്ലേ? ഇപ്പം നമ്മളൊരു ട്രാൻസാക്ഷൻ കിട്ടി. ഫോർ എക്സാമ്പിൾ ആയിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹10,000. അതൊരു ട്രാൻസാക്ഷനാണ്. 10,000 രൂപക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു ട്രാൻസാക്ഷനാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് ഈ ഒരു ട്രാൻസാക്ഷൻ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിനെ മെഷർ ചെയ്യണം. മെഷർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ രീതിയിൽ, പണവുമായി റിലേറ്റ് ചെയ്തിട്ട് അതിനെ മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പം ഈ ഒരു ട്രാൻസാക്ഷനിൽ 10,000 രൂപൻ്റെ ഗുഡ്സ് വാങ്ങിയെന്ന് പറയുമ്പോൾ 10,000 ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് എന്ന് നമ്മൾ മെഷർ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് റെക്കോർഡിങ്. ഈ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ ജേണൽ എന്നുള്ള ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജേണൽ എന്നുള്ള ബുക്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും മെഷർ ചെയ്തതിനും ശേഷം നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് സ്കോപ്പ് ഈസ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യണം, അതായത് ഗ്രൂപ്പ് ചെയ്യണം.
ഒരേപോലുള്ള ട്രാൻസാക്ഷനെ നമ്മൾ ഒരു അക്കൗണ്ടിൽ ഗ്രൂപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ക്യാഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, ഇനിയിപ്പം ഒരു സാലറിയാണ്, അപ്പം എല്ലാ സാലറീസും നമ്മൾ എന്ത് ചെയ്യണം, സാലറി അക്കൗണ്ടിലേക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജേർണലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷനെ ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള സ്കോപ്പ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യണം. സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യണം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുകയാണ് സമ്മറൈസേഷൻ എന്നുള്ളതിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അനാലിസിസ്. നമ്മൾ അനലൈസ് ചെയ്യണം. ഈ ഒരു ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അനലൈസ് ചെയ്യണം. ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത്. ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ഇനി അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തുകൊണ്ടാണ് ലോസ് വന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നമുക്ക് കുറവാണോ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഉള്ളൊരു അനാലിസിസ് ഒക്കെ ഒരു വിശകലനം നമ്മൾ നടത്തണം. അതിൻ്റെ നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർപ്രട്ടേഷൻ. ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി വ്യാഖ്യാനിക്കണം. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഡയഗ്രത്തിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഡാറ്റാസിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഏരിയാസിൽ വരുന്നത്. ഓക്കെ, നമ്മളുടെ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അതിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സ്കോപ്പിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടൻസി. ഓക്കെ, ഫസ്റ്റ് വൺ ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിൽ വരുന്നതാണ് 4 സ്റ്റെപ്പ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് 4 സ്റ്റെപ്സ്. ഏതൊക്കെയാണത്? അത് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈയിങ്. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മളുടെ ബുക്ക് കീപ്പിങ്ങിൽ വരുന്നത്. ഒരു ട്രാൻസാക്ഷൻസ് കിട്ടിയാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ അതിനെ മെഷർ ചെയ്യണം. ഓക്കെ, ഇൻ ടേംസ് ഓഫ് മണിയിൽ അതിനെ മെഷർ ചെയ്യണം, അതിനെ ജേർണൽ എന്നുള്ള ബുക്കിൽ റെക്കോർഡ് ചെയ്യണം, ആൻഡ് ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക് അതിനെ പോസ്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് കീപ്പിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് 4 സ്റ്റെപ്സ് ആണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളതിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് ടോപ്പിക്കാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കവേഴ്സ് ഫുൾ സൈക്കിൾ ഇൻക്ലൂഡിങ് സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. പക്ഷേ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഏരിയ ആണ്. ഓക്കെ, പിന്നെ ബുക്ക് കീപ്പിങ്ങിൽ 4 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ വരുന്നത് എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഫുൾ ഏരിയാസും വരുന്നതാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ എന്താണ്, എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ വരുന്നുണ്ട്, മെഷറിംഗ് വരുന്നുണ്ട്, റെക്കോർഡിംഗ് വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. ഓക്കെ, ഇത് ഒരു നോളജ്, ഇപ്പോൾ നമ്മളുടെ സയൻസ് എന്ന് പറയുന്നത് ഒരു ബുക്കാണ്, അല്ലെങ്കിൽ EVS എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. അതേപോലെ ഉള്ള ഒരു ബുക്ക് മാത്രമാണ് എന്ത്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, ദ വൈ ബിഹൈൻഡ് അക്കൗണ്ടിങ്. എന്തുകൊണ്ടാണ് നമുക്ക് അക്കൗണ്ടിങ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, നമുക്ക് വിവരം നൽകുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ, അതാണ് എന്ത്, അക്കൗണ്ടൻസി. അപ്പം ഇത്രയാണ് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ ഉള്ളിലുള്ള യൂസേഴ്സ്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ പുറത്തുള്ള യൂസേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓണേഴ്സ്. അല്ലേ, ഓണേഴ്സ് ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യണ ഒരു യൂസറാണ്. കാരണം അയാൾക്ക് എന്തറിയണം, ആ ഒരു ഓണർക്ക് നോ പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ.
ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഓക്കെ, അസറ്റിൻ്റെയും ലയബിലിറ്റീൻ്റെയും അവസ്ഥകൾ അറിയണം. അതേപോലെ തന്നെ എന്തും കൂടി അറിയണം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതും അറിയണം. അപ്പോൾ പ്രോഫിറ്റും ഫിനാൻഷ്യൽ പൊസിഷനും അറിയാന്നുള്ളത് ഒരു ഓണറുടെ താല്പര്യമാണ്, അയാളൊരു യൂസറാണ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് മാനേജേഴ്സ്, അല്ലേ? അയാൾക്ക് ഈ ഒരു മാനേജേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്? ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അല്ലേ? പല ബിസിനസ് ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യാനും അതേപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാനും പല ഡിസിഷൻ മേക്കിംഗ്, ഡേ ടു ഡേ ഡിസിഷൻസും അതേപോലെ തന്നെ ലോങ് ടേമിലേക്കുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ലെൻഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പണം കടം തരുന്ന ആൾക്കാരെയാണ് നമ്മൾ ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ്സിന് പണം കടം തരുന്ന ആൾക്കാർ, അത് ആരൊക്കെ ഉണ്ടാവാം? ഒരു ബാങ്ക് ഒരു ലെൻഡറാണ്. ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഗുഡ്സ് കടം നൽകുന്ന ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റോ മെറ്റീരിയൽസ് കടം തരുന്ന ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് ഈ ഒരു ലെൻഡേഴ്സിനും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും എന്തറിയണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അറിയണം. എന്തിനു വേണ്ടിയിട്ട്? ചെക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ബിസിനസ്സിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയാൻ വേണ്ടിയിട്ട്. ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു റീപേ ദ ഡെപ്റ്റ്. ഓക്കെ, അവരുടെ ഡെപ്റ്റ്, അതായത് കടം തിരിച്ചടക്കാനുള്ള കഴിവ് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടോ എന്നുള്ളത് അറിയൽ ഈ ഒരു ലെൻഡേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഒരു പാർട്ട്ണർ ആവാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാവും, അല്ലേ? അവരെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റേഴ്സിനും എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അസസ് ബിസിനസ് പൊട്ടൻഷ്യൽ, ആ ഒരു ബിസിനസ് പ്രോഫിറ്റിലേക്കാണോ പോണത് അതോ ലോസിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന്, പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അറിയൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അവരും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് ആണ് എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഗവൺമെൻറ് ആൻഡ് ടാക്സ് അതോറിറ്റീസ്, അല്ലേ? ഗവൺമെൻറ്റിനും ടാക്സ് അതോറിറ്റീസിനൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ് ഫോർ ടാക്സ് അസസ്മെൻറ്റ്സ്, അല്ലേ? ടാക്സ് അസസ്മെൻറ്റ്സ്, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എത്രത്തോളം ടാക്സ് അടക്കാനുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാക്സ് അതോറിറ്റീസിനും ഗവൺമെൻറ്റിനൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അവർ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സാണ്. നെക്സ്റ്റ് വൺ ആണ് എംപ്ലോയീസ്. ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ജോബ് സെക്യൂരിറ്റീസ് ഉറപ്പ് വരുത്താനും അവരുടെ ബോണസിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്, അല്ലേ? ഇപ്പം ഒരു ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ ഒരു എംപ്ലോയീസും താല്പര്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ അവർ വർക്ക് ചെയ്യണ ബിസിനസ് ഓർഗനൈസേഷന് നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് അവർക്ക് കൂടുതലായിട്ട് ബോണസ് ഏൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, ഡിമാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്താവശ്യമാണ്? അവർക്ക് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസും ഒരു യൂസേഴ്സ് ആണ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ അക്കൗണ്ടിങ് എന്താണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റ. ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ മാനേജീരിയൽ അക്കൗണ്ടിങ്ങും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, അത് എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് വൺ ആണ് മാനേജീരിയൽ അക്കൗണ്ടിങ്. മാനേജീരിയൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് മാനേജീരിയൽ അക്കൗണ്ടിങ്. ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ആൻഡ്
നെക്സ്റ്റ് പോയിന്റ് ഈസ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ്? പ്രധാനമായിട്ടും 3 ബ്രാഞ്ചസ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസും ബിസിനസ്സിൽ നടക്കണ ഇൻ ടേംസ് ഓഫ് മണി, പണപരമായി നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യണത്. ഓക്കെ, കാൽക്കുലേറ്റ് ആൻഡ് കൺട്രോൾ പ്രോഡക്റ്റ് ഓർ സർവീസ് കോസ്റ്റ്. ഒരു സർവീസിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവൈഡ്സ് ഡാറ്റ ഫോർ ഇന്റേണൽ ഡിസിഷൻസ് ആൻഡ് പോളിസി മേക്കിംഗ്. മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവർക്ക് പോളിസീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത്രയാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഹെൽപ്സ് റീപ്ലേസ് മെമ്മറി വിത്ത് റെക്കോർഡ്സ്. നമ്മളുടെ മെമ്മറി നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ മെമ്മറി എന്താക്കാം? നമുക്ക് ഫ്രീ ആക്കാം. അതാണ് ഫസ്റ്റത്തെ അഡ്വാൻറ്റേജസിൽ പറയണത്. ആൻഡ് സെക്കൻഡ് വൺ, കൺട്രോൾ ഓവർ അസെറ്റ്സ്. ഓക്കെ, കൺട്രോൾ ഓവർ അസെറ്റ്സ്. അസെറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ആസ്തികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ക്യാഷ് അല്ലേ, ബാങ്ക്, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പണം തരാനുള്ള വ്യക്തികളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ്സിന് പണം നൽകാനുള്ള വ്യക്തികൾ, ഇതൊക്കെയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിലൂടെ അല്ലെ, ഇൻക്ലൂഡിങ് അസെറ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അസെറ്റ്സിൻ്റെ മേലെ നമുക്ക് കൺട്രോൾ വരുത്താൻ പറ്റുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ, ഫെസിലിറ്റേറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് അസിസ്റ്റ് ഇൻ കമ്പാരിസൺ ആൻഡ് അനാലിസിസ്. നമുക്ക് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫേംസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഫേംസിൻ്റെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റാസും ഈ വർഷത്തെ ഡാറ്റാസും തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഈസ് യൂസസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ. അല്ലെ, നമുക്ക് ഈ ഒരു മാനേജേഴ്സിന് അവരുടെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഓണേഴ്സിനെ കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പലതരത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രോഡ് ഡിറ്റക്ഷൻ. എന്തെങ്കിലും കള്ളത്തരങ്ങൾ ആരെങ്കിലും കാണിച്ചാൽ നമുക്കത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് അക്കൗണ്ടിങ്. ആൻഡ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഈസ് അസിസ്റ്റ് ഇൻ ടാക്സ് കംപ്ലൈൻസ് ആൻഡ് ബിസിനസ് വാല്യുവേഷൻ. നമുക്ക് ടാക്സ്, എത്രത്തോളം ടാക്സ് ആണ് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത്, ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അക്കൗണ്ടിങ്. അതേപോലെ തന്നെ ബിസിനസ് വാല്യുവേഷൻ. ഇപ്പോൾ നമ്മളുടെ ബിസിനസ് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വിൽക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു അക്കൗണ്ടിങ്. അപ്പം ഇത്രയും കാര്യങ്ങളെ സഹായിക്കുന്നതാണ് അക്കൗണ്ടിങ്. ഇത്രയാണ് എന്ത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ ആണ് നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. അതായത് നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യണില്ല. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് മാത്രമേ റെക്കോർഡ് ചെയ്യണുള്ളൂ. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിന് ഇവിടെ ഒരു പരിഗണനയും കൊടുക്കണില്ല. അല്ല, ഇപ്പം എംപ്ലോയീസിൻ്റെ സ്കില്ല്, അതേപോലെ തന്നെ ഗുഡ് വില്ല് തുടങ്ങിയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണില്ല, നമ്മൾ പരിഗണന കൊടുക്കണമില്ല, അത് റെക്കോർഡ് ചെയ്ത് വെക്കണമില്ല. ഓൺലി മോണിറ്ററി
ഓൺലി മോണിറ്ററി ടേംസ് മാത്രമേ നമ്മളത് റെക്കോർഡ് ചെയ്യണുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അതായത് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ അക്കൗണ്ടിങ്ങിൽ. ഓക്കെ, അല്ലാതെ നമ്മൾ കറണ്ട് വാല്യൂസ് അവിടെ പരിഗണിക്കണില്ല. അതൊരു മെയിൻ ആയിട്ടുള്ളൊരു ലിമിറ്റേഷനാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ബിൽഡിംഗ് മേടിച്ചു. ആ ബിൽഡിംഗ് മേടിച്ചപ്പം അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 5 years ആയി. അപ്പം 5 years നിൽക്കുമ്പം ആ ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കറണ്ട് വാല്യൂ, ഇപ്പോഴുള്ള അതിൻ്റെ വാല്യൂ ഒരിക്കലും എന്തിൽ കൺസിഡർ ചെയ്യണില്ല, അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യണില്ല. അതിൻ്റെ ആ ഒരു പർച്ചേസിങ് പ്രൈസ്, അത് വാങ്ങിയിട്ടുള്ള ആ വില മാത്രമാണ് എപ്പോഴും ആ ഒരു ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു വില മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അതിൻ്റെ കറണ്ട് പ്രൈസ്, ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് സെക്കൻഡ് ലിമിറ്റേഷനിൽ പറയുന്നത്, ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ബേസിൽ മാത്രമാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. കറണ്ട് വാല്യൂ, ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യണില്ല. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റ്സ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ബില്ലിൻ്റെയും ഇൻവോയ്സസിൻ്റെയും ബേസിസിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുമെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബില്ലിൻ്റെയും അതേപോലെ ഇൻവോയ്സസിൻ്റെയും ബേസിസിൽ ചെയ്യണില്ല. അതിനുള്ള ഒരു എക്സാമ്പിളാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാവിയിൽ നമുക്ക് വരാൻ ചാൻസസ് ഉള്ള ലോസസിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്യണത് പേഴ്സണൽ ജഡ്ജ്മെൻറ്റിൻ്റെയും എസ്റ്റിമേറ്റ്സിൻ്റെയും ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ശരിയാണ് എന്ന് പറയാൻ പറ്റൂല, ഈ ഒരു പേഴ്സണൽ ജഡ്ജ്മെൻറ്റും എസ്റ്റിമേറ്റും ഉള്ളതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് ലിമിറ്റഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ലാക്സ് പ്രൊഡക്റ്റ് വൈസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡാറ്റ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എപ്പോഴും ഓവറാൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഓവറാൾ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് അല്ലെങ്കിൽ ഓവറാൾ ലോസ് ഓഫ് ദ ബിസിനസ്, ഓവറാൾ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഡാറ്റാസ് ആണ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇൻഫോർമേഷൻസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യണത്. അല്ലാതെ ഒരു മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനീൻ്റെ പ്രൊഡക്റ്റ് വൈസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഒന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഏതൊരു ഡിസിഷൻസിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡാറ്റാസിനെ യൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റൂല. കാരണം ഡിസിഷൻ മേക്കിങ്ങിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഓവറാൾ ആയിട്ടുള്ള ഡാറ്റാസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രൊഡക്റ്റ് വൈസ് ഡാറ്റേൻ്റെ ഡിസിഷനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റാസ് ഒന്നും എന്ത് ചെയ്യണില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്ത് തരുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് ലിമിറ്റേഷൻസിൽ വരുന്നത്. അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. പ്രധാനമായിട്ടും 3 ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്: ക്യാഷ് ബേസിസ്, എക്രൂവൽ ബേസിസ് ആൻഡ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് ബേസിസ്. ഫസ്റ്റ് വൺ, ക്യാഷ് ബേസിസ്. റെക്കോർഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് റിസീവ് ചെയ്താലും പേ ചെയ്താലും മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്യാഷ് ബേസിസ്. സെക്കൻഡ് വൺ, എക്രൂവൽ ബേസിസ്. റെക്കോർഡ് വെൻ ഇൻകം ഈസ് ഏൺഡ് ഓർ എക്സ്പെൻസസ് ഇൻക്വേർഡ്. ക്യാഷ് റിസീവ് ചെയ്താലും പെയ്ഡ് ചെയ്താലും മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, 2 കാര്യങ്ങൾ കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻകം ഈസ് ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്വേർഡ്. ഇൻകം ഏൺഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ ആയിട്ടും അത് റിസീവ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എക്സ്പെൻസ് ഇൻക്വേർഡ് ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. എക്സ്പെൻസ് അവിടെ ഇൻക്വയർ ആയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടും നമ്മൾ പേ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യങ്ങൾ കൂടി റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് എക്രൂവൽ ബേസിസ്. ഇതിന് ഉദാഹരണം എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ക്യാഷ് ബേസിസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിൽ എന്ത് ചെയ്യും, ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ ആ ഒരു ഫുൾ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും ക്യാഷ് ബേസിസിൽ, അല്ലേ? പക്ഷേ ഈ ഒരു 10,000 രൂപയിൽ 5,000 രൂപ മാത്രമേ നമ്മൾ റെൻറ്റ് പേ ചെയ്തിട്ടുള്ളൂ ആ മാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബേസിസിൽ നമ്മൾ എന്തേ ചെയ്യുള്ളൂ, ഈ ഒരു 5,000 റുപ്പീസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. പേ ചെയ്യാത്ത റെൻറ്റ് നമ്മൾ ക്യാഷ് ബേസിസ് ആണ് ഫോളോ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഒരിക്കലും റെക്കോർഡ് ചെയ്യൂല. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ബേസിസ് ആണ് എക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റത്തെ കേസ് എന്താണ്, 10,000 റുപ്പീസ് നമ്മൾ റെൻറ്റ് പേ ചെയ്തു. ഈ ഒരു കേസിൽ എന്താണ്, റെക്കോർഡ് ഫുൾ എമൗണ്ട്, നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താണ്, ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ
പേ ചെയ്യണുള്ളൂ. അപ്പം ഈ ഒരു അക്രൂവൽ ബേസിസിൽ നമ്മൾ ഈ ഒരു 5000 മാത്രമല്ല റെക്കോർഡ് ചെയ്യുക, 10000 നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം ആ ഒരു മന്തിലുള്ള റെന്റ് എന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, 10000 ആണ്. അപ്പം ആ ഒരു 10000 എന്നുള്ള ആ ഒരു എക്സ്പെൻസ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ കാണിക്കണം എന്നുള്ളതാണ് അക്രൂവൽ ബേസിസിന്റെ ഒരു റൂളിൽ പറയണത്. ഓക്കെ, അപ്പം റെക്കോർഡ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു മാസത്തെ കൊടുക്കാത്ത എക്സ്പെൻസസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്യും അക്രൂവൽ ബേസിസിൽ. ഓക്കെ, ക്ലിയർ. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് മെത്തേഡ്. ഇവിടെ നമ്മൾ ഈ ഒരു ക്യാഷ് ബേസിസിന്റെയും അക്രൂവൽ ബേസിസിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് നമ്മൾ അക്രൂവൽ ബേസിസിലാണ് റെക്കോർഡ് ചെയ്യണത്. ഇൻകം നമ്മൾ ക്യാഷ് കിട്ടിയാൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, നമ്മൾ ആ ഒരു മാസത്തെ എക്സ്പെൻസസ് നമ്മൾ കൊടുത്താലും കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് മെത്തേഡിൽ പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഓക്കെ, നമ്മളുടെ ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യുള്ളൂ, അല്ലെ. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ക്യാഷ് പെയ്ഡ് ചെയ്താലും ക്യാഷ് റിസീവ് ചെയ്താലും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ അക്രൂവൽ ബേസിസിൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ക്യാഷ് കൊടുത്താലും ക്യാഷ് കിട്ടിയാലും റെക്കോർഡ് ചെയ്യും. അത് മാത്രമല്ല, ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിലും ക്യാഷ് കിട്ടാനുണ്ടെങ്കിലും അതുകൂടി റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ് അക്രൂവൽ ബേസിസ്. അതേപോലെ പ്രീപെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ്, അക്രൂഡ് തുടങ്ങിയിട്ടുള്ള കുറേ ടേംസ് വരുന്നുണ്ട്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഈ വർഷം തന്നെ പേ ചെയ്യാം. അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സ്പെൻസ് ഇൻക്വയർ ആയിട്ടുണ്ട് പക്ഷേ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്, പക്ഷെ നമ്മളത് ഇതുവരെ ആയിട്ടും കൊടുത്ത് തീർത്തിട്ടില്ല, അതാണ് ഔട്ട്സ്റ്റാൻഡിങ്. അക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും നമ്മളുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള ടേംസ് ഒന്നും എവിടെ റെക്കോർഡ് ചെയ്യൂല, ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യൂല. പക്ഷെ അക്രൂവൽ ബേസിസിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ പറയണത്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡോൺ അസർട്ടൈൻ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വർഷത്തെ പ്രോഫിറ്റും ലോസും അസർട്ടൈൻ ചെയ്യാൻ കഴിയൂല ക്യാഷ് ബേസിസിൽ. പക്ഷേ അക്രൂവൽ ബേസിസിൽ നമുക്ക് പ്രോഫിറ്റും ലോസും കറക്റ്റ്ലി അസർട്ടൈൻ ചെയ്യാൻ കഴിയും. ഇനി ലീഗൽ പൊസിഷൻ ആണ് പറയുന്നത്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം റെക്കഗ്നൈസ് ചെയ്യാത്തതാണ് ക്യാഷ് ബേസിസ്. പക്ഷേ അക്രൂവൽ ബേസിസിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. സ്യൂട്ടബിലിറ്റി, ഈ ഒരു ക്യാഷ് ബേസിസ് ഏത് തരം ബിസിനസ് ഓർഗനൈസേഷൻ ആണ് സ്യൂട്ടബിൾ ആവുന്നത് എന്നാണ് പറയുന്നത്. അതായത് NPOs, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ക്യാഷ് ബേസിസ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ അക്രൂവൽ ബേസിസ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബിസിനസ് ഓർഗനൈസേഷൻസിനാണ്. അപ്പം ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, സവിശേഷതകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ, ഈസി ഫോർ നോൺ എക്സ്പേർട്ട് ടു കോംപ്രഹെൻഡ്. അതായത് എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾക്കും മനസ്സിലാവണ രീതിയിലാവണം അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് തന്നെ മനസ്സിലാവണ രീതിയിലായിരിക്കണം അക്കൗണ്ടിങ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അതാണ് ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാവണം അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് സെക്കൻഡ് വൺ ആണ് യൂസ്ഫുൾ. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, റെലവൻറ്റ് ഫോർ ഡിസിഷൻസ്. ഓക്കെ, ഡിസിഷൻസിന് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കണം. ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ. ആൻഡ് തേർഡ് വൺ ആണ് റെലവൻറ്റ്, അപ്ലൈസ് ടു ദ കറണ്ട് സിറ്റുവേഷൻ. നമ്മൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനുമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നാളത്തെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് വേണ്ടത്, ഇപ്പം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഇൻഫോർമേഷൻ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഇൻഫോർമേഷൻസ് ആണ് ആവശ്യമുള്ളത്. അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, ഇപ്പം ഒരു എംപ്ലോയീൻ്റെ ഹയറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടത്, ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ ഇൻഫർമേഷനാണ് ആവശ്യമുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കറണ്ട് സിറ്റുവേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് വേണം
എന്ത് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാളെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇന്നലത്തെ ഡാറ്റാസ് ആണ് വേണ്ടത്, അല്ലാതെ കുറേ പാസ്റ്റിലുള്ള ഡാറ്റാസ് അല്ല ആവശ്യമുള്ളത്. അപ്പം റെലവെൻ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ കറണ്ട് സിറ്റുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് റിലയബിൾ. റിലയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആക്യുറേറ്റ് ആവണം, ഓക്കെ, കൃത്യതയുള്ളതായിരിക്കണം, അതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസും ആയിരിക്കണം. ആൻഡ് ഡിപ്പെൻഡബിൾ എന്ന് വെച്ചാൽ അത് എന്തായിരിക്കണം, വൗച്ചേഴ്സും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട്, ഓക്കെ, എല്ലാ ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാവണം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്, എവിഡൻസോട് കൂടിയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതേപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ആയിരിക്കണം നമ്മളുടെ ഇൻഫോർമേഷൻസ്. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസ് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എന്തിനെ ബാധിക്കും, നമ്മളുടെ വിശ്വാസ്യതയെ, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വിശ്വാസ്യതയെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് അത് ചോദ്യം ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡാറ്റാസും ആക്യുറേറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് കമ്പയറബിൾ. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ ആ ഒരു ഡാറ്റാസ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ഇപ്പം അതർ പീരിയഡ്സുമായിട്ട്, ഓക്കെ, നമ്മുടെ പാസ്റ്റ് ഡാറ്റാസും പ്രസൻറ്റ് ഡാറ്റാസും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയണതായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സിമിലർ ഫേംസ് തമ്മിൽ, നമ്മളുടെ അതേ ടൈപ്പ് ഓഫ് ഫേംസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ഇതും ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈസ് കൺസിസ്റ്റൻറ്റ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളത് എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്. എന്ന് വെച്ചാൽ നമ്മളൊരു മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇടയ്ക്കിടെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കരുത് നമ്മളുടെ മെത്തേഡ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു വർഷം നമ്മൾ ക്യാഷ് ബേസിസിലാണ് നമ്മളുടെ അക്കൗണ്ടിങ് ചെയ്യുന്നത്, പിന്നെ അടുത്ത വർഷം നമ്മളത് മാറ്റിയാണ്ട് എക്രൂവൽ ബേസിസിലാക്കി, പിന്നെ അടുത്ത വർഷം ക്യാഷ് ബേസിസിലാക്കി. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളൊരു മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ഥിരതയുള്ള മെത്തേഡ് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. എന്ന് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം വരുന്ന സമയത്ത് മാറ്റാൻ പാടില്ല എന്നല്ല, പക്ഷേ നമ്മളുടെ അക്കൗണ്ടിങ് എന്ത് ചെയ്യണം, ഒരു കൺസിസ്റ്റൻസി അത് ഫോളോ ചെയ്യണം, കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ അക്കൗണ്ടിങ് ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഈസ് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സ്കോപ്പിൽ. ആ ഒരു സ്കോപ്പിലുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഫംഗ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങിലും പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, റെക്കോർഡിംഗ്, അതായത് സിസ്റ്റമാറ്റിക് എൻട്രി ഇൻ ജേർണൽ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും, അതായത് ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ശരിക്കും ബില്ലൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഇൻ ടേംസ് ഓഫ് മണിയിൽ അതിനെ മെഷർ ചെയ്തിട്ട് നമ്മൾ ജേർണൽ എന്നുള്ള ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, ഒരു പ്രത്യേക രീതിയിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മളിനി വഴിയെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ജേർണൽ എന്നുള്ള ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ആണ് ക്ലാസിഫയിങ്. ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ഇൻ ലെഡ്ജേഴ്സ്. ലെഡ്ജേഴ്സിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് മാറ്റണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമിലർ ടൈപ്പ് ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഓൾറെഡി പറഞ്ഞു, നമ്മൾ ക്യാഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ബുക്കിലേക്കാണ്, ഓക്കെ, ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി സാലറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, ഇപ്പോൾ രാമുവിന് സാലറി കൊടുത്തു, രാജുവിന് സാലറി കൊടുത്തു, അല്ലെങ്കിൽ സീതക്ക് സാലറി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഈ സംഭവങ്ങളും മൊത്തം നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, പോസ്റ്റ് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മളത് സാലറി അക്കൗണ്ട് എന്നുള്ള ലെഡ്ജറിലേക്കാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു സാലറി എന്നുള്ള ആ ഒരു അക്കൗണ്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആർക്കൊക്കെയാണ് സാലറി കൊടുത്തിട്ടുള്ളത് എന്ന്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ചെയ്യണത്, ഓക്കെ, ക്ലാസിഫൈ ചെയ്യണത് ലെഡ്ജർ എന്നുള്ള ബുക്കിലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് സമ്മറൈസിങ്. സമ്മറൈസിങ്ങിൽ വരുന്നതാണ് എന്ത്, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, നമ്മൾ
ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു സമ്മറൈസിങ് സ്റ്റേജിലാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത്. ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണത്? നമ്മുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ട്രയൽ ബാലൻസിൻ്റെ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയും ആ സമയത്ത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതൊരു ചാപ്റ്ററാണ്, ബാലൻസ് ഷീറ്റ് ഒരു ചാപ്റ്ററാണ്. അപ്പം ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യണത്? നമ്മളുടെ ബിസിനസ് നമ്മളുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാലൻസ് ഷീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണത്? ഫോർ അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ട്രയൽ ബാലൻസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ആൻഡ് നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസൈറ്റ്സ് ഫോർ ഡിസിഷൻസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അനലൈസ് ചെയ്യണതും അതേപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യണതും. ഓക്കെ, അനലൈസ് ചെയ്യാന്നുള്ളതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസ് ആവാൻ കാരണം എന്തൊക്കെയാണ്, നമ്മളിനി ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് തെറ്റുകൾ പറ്റിയിട്ടുള്ളത്, അങ്ങനെ മൊത്തത്തിൽ ഒന്ന് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യുക. ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ വ്യാഖ്യാനിക്കുക. ഇപ്പം നമ്മളുടെ ഡയഗ്രാംസും അതേപോലെ തന്നെ ചാർട്ടും അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ഡാറ്റാസിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യുക? നമ്മൾ റിപ്പോർട്ടിംഗ് ത്രൂ സ്റ്റേറ്റ്മെൻറ്റ്, ചാർട്ട്, റേഷ്യോസ് എക്സെട്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അതിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അതേപോലെ തന്നെ ചാർട്ട്, റേഷ്യോസ് തുടങ്ങിയിട്ടുള്ള രൂപത്തിലൊക്കെ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇത്രയും ഏരിയാസാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റും ചെക്ക് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെ വേണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന് പറയാം.